നാടെങ്ങും കുടിവെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുകയാണ്. വെള്ളം വിതരണം നടത്തുന്നവരെയും കാത്ത് നാട്ടുകാർ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന അവസ്ഥ അവസാനം സംഘർഷത്തിൽ കലാശിക്കുന്നു. നിലവിലുള്ള ജലവിതരണ പദ്ധതികൾ മിക്കതും അവതാളത്തിലാണ്. പ്രധാന ആറും തോടും കിണറുകളും കുളങ്ങളും വറ്റിവരണ്ടു. കുഴൽ കിണറുകൾ ഉപയോഗശൂന്യമായ അവസ്ഥ. ചടയമംഗലം പഞ്ചായത്തിലാണ് ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം. പുത്തൻവിള പമ്പ് ഹൗസിൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചടയമംഗലം, ആയൂർ, ഇളമാട്, നിലമേൽ, കടയ്ക്കൽ ഭാഗത്ത് ആളുകൾ കുടിനീരിനായി പരക്കം പായുകയാണ്. കിലോമീറ്ററുകൾ താണ്ടിയാണ് വെള്ളം ശേഖരിക്കുന്നത്. ആയൂർ ഭാഗത്തേക്കുള്ള ജലവിതരണത്തിനായി പാലത്തിനടുത്ത് സ്ഥാപിച്ച ജലസംഭരണിയുടെ പ്രവർത്തനങ്ങളും ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ്. കടയ്ക്കൽ, നിലമേൽ പ്രദേശങ്ങളിലെ ഉയർന്ന ഭാഗങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി. നെൽപ്പാടങ്ങളും ഉണങ്ങി നശിച്ചു. കുടിക്കാൻ പോലും വെള്ളമില്ലാത്തതിനാൽ പഞ്ചായത്തുകളിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. ജടായുപാറ ടൂറിസം പദ്ധതിയിലൂടെ പ്രവർത്തനം അതിരൂക്ഷമായ ജലക്ഷാമം മൂലം നിർത്തിവെച്ചു. ചടയമംഗലത്തെ ജലസേചന പദ്ധതികൾ മിക്കതും തകർന്ന അവസ്ഥയിലാണ്. ചിതർ പദ്ധതിയെക്കുറിച്ച് പരാതി പ്രളയമാണ്. കല്ലുമല പദ്ധതിയുടെ ഭാഗമായുള്ള കുഴിയം പമ്പ് ഹൗസിലും പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്തിക്കരയാറ് വറ്റിവരണ്ട അവസ്ഥയിലാണ്. പോരേടം, മുളയം, കുരിയോട്, നെട്ടേത്തറ, കുന്നുംപുറം, വെട്ടിയറുത്താമുകൾ, വലിയ പാറച്ചരിവ്, മാടപ്പാറ, ഇടയ്ക്കോട്, തെരുവിൽ ഭാഗത്ത് കുടിവെള്ളത്തിനായി വണ്ടി വരുന്നതും കാത്ത് ആളുകൾ ദിവസങ്ങളാണ് കാത്തുനിൽക്കുന്നത്. ചിതർ പദ്ധതിയിലെ പോരായ്മകളാണ് പ്രതിസന്ധി അതിരൂക്ഷമാക്കിയിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ നശിച്ച് കുടിവെള്ളം പാഴാകുന്നത് പദ്ധതിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇവ വരുത്തിയിരിക്കുന്നത്. MLAയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ കൂടിയ നിരവധി കമ്മിറ്റികൾക്കൊന്നും ജനത്തിനെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഈ കുടിവെള്ള പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.